ഈ വീഡിയോയിലെ കണ്ടന്റ്, ഇതിനകത്തെ ഭാഗങ്ങൾ എല്ലാവരും മുഴുവനുമായിട്ടും കേൾക്കണം, ശ്രദ്ധിക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കൊരു സമ്മാനമുണ്ട്. നമ്മുടെ കോട്ടയത്ത് നവംബർ 1-ാം തീയതി നടത്തുന്ന വേടൻ ജാസി ഗിഫ്റ്റ് ഗബ്രി വരുന്ന സംഗീത വിരുന്നിൻ്റെ ഒരു ഫ്രീ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളുടെ ഏതാനും ഭാഗങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു. ശാന്തിധാമ കോളേജ് ഓഫ് നേഴ്സിംഗ്, ശാന്തിധാമ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു 4 മലയാളി കൂടി നടത്തുന്ന ഒരു സ്ഥാപനം. അവിടെ കുട്ടികളെ തോക്ക് ചൂണ്ടി പേടിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഈ ആഭാസന്മാരുടെ കാര്യം തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇന്നും പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ഓരോരുത്തരും ഈ കേരള സമൂഹത്തിൽ മുഴുവൻ ഇത് വ്യാപിപ്പിക്കണം. നിങ്ങളുടെ കുട്ടികൾക്ക് നാളെ, നമ്മുടെ കുട്ടികൾക്ക് നാളെ ഈ അവസ്ഥ വരാതിരിക്കാനായിട്ട് ആണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എന്താണെന്നല്ലേ, നേഴ്സിംഗ് പഠിക്കാൻ 2000 രൂപയും ബിരിയാണിയും ചെലവ്. ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടികളെ കൊണ്ട് ഇവന്മാര് വേറെ പല പരിപാടികളിലും പങ്കെടുപ്പിക്കുന്നു. കേട്ടോ, ഒരു രക്ഷിതാവും കുട്ടിയും എന്നോട് വർത്താനം പറഞ്ഞിരിക്കുന്നു. നിങ്ങളൊന്ന് കേട്ടെ, ഓഡിയോ. തോമസ് സാറല്ലേ? അതെ. ഞാനേ മറ്റേ നേരത്തെ വിളിച്ചപ്പോ മാനേജർ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നമ്പർ തന്നിട്ട് വിളിക്കിയപ്പോ. ആരായിരുന്നു? ഞാന് തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്, വടക്കാഞ്ചേരി എന്ന് പറയും. എന്റെ കുട്ടി അവിടെ ഒരു BSc നഴ്സിംഗ് പഠിക്കുന്നുണ്ട്. 4th ഇയർ ആയി ബാംഗ്ലൂര്. അത് ശാന്തിധാമ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചായിരുന്നത്. ആദ്യം ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ധന്യ മാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഡം മുഖേനയാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞത്. അല്ല, ആരുമല്ല, അതൊരു ഏജന്റാണ് ധന്യ എന്ന് പറഞ്ഞിട്ട്. അത് ഞങ്ങള് പത്രത്തിൽ കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾക്ക് ബാംഗ്ലൂരിലത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ മദർ തെരേസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിമിലൊക്കെയാണ് ഇതിന്റെ അഡ്വർടൈസ്മെന്റ് കണ്ടത്. അതൊക്കെ വലിയ വ്യാജായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ചേർന്നു. ചേരുമ്പോ ഞങ്ങള് ശാന്തിധാമ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ചേർന്നിട്ടുള്ളത്. അവർക്ക് ശാന്തിധാമ എന്ന് പറഞ്ഞിട്ട് നഴ്സിംഗ് കോളേജ് ഉണ്ട്. അതൊക്കെ കാട്ടിയിട്ടായിരുന്നു ഇതിന്റെ ബാനർ കാണിച്ചായിരുന്നേ. അപ്പൊ അത് പ്രകാരം ഞങ്ങൾ ചേർന്നൊക്കെ. പക്ഷെ പിന്നെ വന്ന് നോക്കിയപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പിന്നീട് ഉണ്ടായ പ്രശ്നങ്ങൾ മുഴുവനും വിഷയങ്ങളാ. ഇപ്പൊ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടീനെ ഇപ്പൊ ഞാൻ വീണ്ടും ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് കാലത്ത് ഞാൻ കുട്ടീനെ കൊണ്ടുവന്നു. എന്താ വെച്ചാ ഇപ്പൊ കുട്ടിക്ക് അറ്റൻഡൻസ് ഇട്ട് കൊടുക്കണില്ല. കുട്ടിക്ക് ചെറുതായിട്ടൊരു അസുഖം വന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് വന്നു. ഇവിടെ ഈ അങ്ങനെ ഒരു മാസം അങ്ങനെ ഒരു ഇത് വന്നിട്ട് നോക്കുമ്പോ പിന്നെ നിങ്ങൾ 40,000-40,000 രൂപ പെനാൽറ്റി കൊടുത്തിട്ടൊക്കെയാണ് ഞങ്ങൾക്ക് അന്ന് ഇത് കിട്ടിയത്. അസുഖമായിട്ട് പോകുന്നതിന് 40,000 പെനാൽറ്റി ഫൈൻ, 40,000 രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. എന്നിട്ടാണ് ഞങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് തന്നിട്ട് പരീക്ഷ എഴുതിയത്. അത് ഞങ്ങൾക്ക് 4 പരീക്ഷയിൽ 3 പരീക്ഷ എഴുതാൻ സാധിച്ചുള്ളൂ. ഒരു പരീക്ഷ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഉടനെ വരാൻ പറഞ്ഞിട്ട് അവിടുന്ന് ഫോം വിളിക്കൊക്കെ ഉണ്ടായിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് അന്ന് എത്ര 3,000-4,000 രൂപ കൊണ്ട് കൊടുത്തിട്ടാണ് ബസ്സിൽ ഇവിടുന്ന് കയറി പോയത്. അപ്പൊ അങ്ങനെ ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റൻഡൻസ് ഇടുന്നില്ല. എല്ലാ ദിവസവും ക്ലാസ്സില് അവരുടെ ഹോസ്റ്റലിൽ നിന്ന് മാറിയിട്ട് ഹോസ്റ്റലിന്റെ ഫീസും കൊടുക്കുന്നുണ്ട്, PGയുടെ ഫീസും വേറെ കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു PGയിൽ നിങ്ങൾ ചെന്ന് നിൽക്കുക പെയിങ് ഗസ്റ്റ് ആയിട്ട്. ഇപ്പൊ ഈ ഹോസ്റ്റലിൽ നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കണില്ല. കാരണം വെച്ചാൽ ഭയങ്കര കുളിക്കാൻ വെള്ളമില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങള്. പിന്നെ തന്നെയല്ല, കുട്ടികളുടെ വലിയ വലിയ വിഷയങ്ങള്, പെൺകുട്ടികളുടെ. അപ്പൊ പിന്നെ നോക്കുമ്പോ അവര് ഇതിന്റെ മുകളിൽ തട്ടിടാൻ നോക്കി, ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് പിള്ളേരെന്നെ പരസ്പരം വഴക്കൂടിയിട്ട്. അപ്പൊ നോക്കുമ്പോ ആ കുട്ടീനെ അതിന്റെ മുകളിൽ നിന്ന് അലക്കാൻ പോയപ്പോ അതിന്റെ മുകളിൽ നിന്ന് 2-3 കുട്ടികൾ കൂടി ഉന്തിരാൻ നോക്കി. അങ്ങനെ വിഷയങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നിന്നാ ചിലപ്പോൾ അവിടെ ജീവൻ പോകലോ എന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരു PG കണ്ടുപിടിച്ചിട്ട് ഈ കോളേജിന്റെ തൊട്ടന്നെ ഈ ശാന്തിധാമ കോളേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലാസിയ കോളേജിലേക്ക് ഈ കുട്ടികളെ വിൽക്കാണ്. എത്ര കണ്ട് കുട്ടികളാണ്, അതിൽ എന്റെ കുട്ടിയും പെട്ടു. അങ്ങനെ ലാസിയ കോളേജിന്റെ തൊട്ടുള്ള ഒരു ഹോസ്റ്റലിലാണ് ഞങ്ങൾ ചെന്നുപെട്ടിട്ട് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പൊ പഠിക്കുമ്പോ ഉണ്ടാവുന്ന വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി 2-3 മാസം കൂടി ഉള്ള ഇത് കോഴ്സ് പൂർത്തിയാവാൻ. ഇപ്പൊ എന്ന് വെച്ചാൽ അറ്റൻഡൻസ് ഇടണില്ല അവര് പറയണത് കോളേജ് മാറിപ്പോക്കോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഫീസ് മറ്റേത് സർട്ടിഫിക്കറ്റ് തരാം, നിങ്ങൾ കോളേജ് മാറിപ്പോന്നുള്ള വിഷയങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 1 മാസമായിട്ട് അറ്റൻഡൻസ് ഇടണില്ല. ഞാൻ പോയിട്ട് ഇപ്പൊ കുട്ടീനെ കൊണ്ടുവന്നു. കുട്ടി എന്റെ വീട്ടിലുണ്ട്. ചോദിച്ചില്ലേ എന്തുകൊണ്ട് ഇടുന്നില്ല എന്ന് ചോദിച്ചില്ലേ? ഞാൻ കുട്ടിക്ക് കൊടുക്കട്ടെ സാറേ, അവളുടെ അനുഭവങ്ങൾ അവള് പറഞ്ഞുതരും. ശരി. ഹലോ സാർ. പറ. സാർ പോസ്റ്റ് BSc എഴുതുന്നുണ്ടായിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ടിന് പകരം. ഞങ്ങള്
ഞങ്ങളെ പിള്ളേരെ കൊണ്ട് വേറെ പിള്ളേർക്ക് വേണ്ടിയിട്ട് എഴുതിച്ച അവർക്ക് കാശ് കിട്ടും, ഞങ്ങക്ക് 2000 രൂപയും ബിരിയാണി അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് എന്തിനാ സമ്മതിക്കാൻ പോയത്? അത് ഞങ്ങള് ഓൾറെഡി ഒരു കുട്ടിയെ സമ്മതിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ തിരുമാറി ഇതിന്റെ ഇടയിലുണ്ട്, എനിക്കറിയില്ല സാർ. ഞങ്ങളോട് ഇത് എഴുതാൻ പറഞ്ഞ് ഞങ്ങൾക്ക് ഫേക്ക് ID കാർഡൊക്കെ തന്നു. ഒരു ID കാർഡ് എന്റെ കയ്യിലിരിക്കുന്നുണ്ട്, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ BSc പോസ്റ്റ് BSc ഒക്കെ എഴുതിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ കഴിഞ്ഞ കൊല്ലം ഈ ഒരു കാര്യം എനിക്ക് അറ്റൻഡൻസ് കുറച്ചിട്ട് എനിക്ക് 19,000 ആദ്യം ഇട്ടു, പിന്നെ 39,000 ഫൈൻ ഇട്ടപ്പോ ഈ ഒരു കാര്യം ഞാൻ അവിടെ പറയുണ്ടായി. നിങ്ങൾ ഇങ്ങനെ പോസ്റ്റ് BSc എഴുതിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇത്രയും ഫൈൻ എനിക്ക് അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവര് ഞാനായിട്ട് തർക്കത്തിൽ ഇത് പറയുണ്ടായി. അപ്പൊ അവരെന്താക്കിയെന്ന് വെച്ചാല് അവരുടെ തന്നെ മെൽവിൻ എന്ന് പറഞ്ഞ് ഇതിന്റെയൊക്കെ പാർട്ട്ണർഷിപ്പ് ഉള്ള ഒരാളുണ്ട്. അയാളെന്നെ ഇവരെല്ലാരും കൂടിയിട്ട് ഞങ്ങള് പിള്ളേരെ കൊണ്ട് തന്നെ ഓരോ ജേഴ്സി ഒക്കെ ഇടിപ്പിച്ച് എല്ലാ കോളേജിലും പോയിട്ട് റെക്കമെൻഡേഷൻ നടത്തിയിട്ട് ചെയർമാൻ പൊസിഷനിലേക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് കയറ്റി. ഇപ്പൊ അവർക്ക് ഫുള്ളായിട്ട് ഫൈൻ വാങ്ങാം, എന്ത് വേണേ ചെയ്യാം. നിങ്ങൾ തന്നെ പോയിട്ട് മെൽവിന് വേണ്ടി വർക്ക് ചെയ്തോ? ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, ഞാൻ അതിന് പോവാൻ നിന്നില്ല. കാരണം ഞാൻ അപ്പോഴേക്ക് ഹോസ്റ്റൽ മാറിയിട്ട് ഇതാക്കിയായിരുന്നു. ഹോസ്റ്റലിലുള്ള പെൺകുട്ടികളെ കൊണ്ടൊക്കെ ഇയാൾ എന്താ ചെയ്യിക്കണെന്ന് വെച്ചാല് ഇങ്ങനെ പരീക്ഷയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതണം ഞങ്ങൾക്ക്. അതേപോലെ തന്നെ ഞാനും എഴുതിയിട്ടുണ്ട്. ഞാനും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പോസ്റ്റ് BSc എഴുതിയിട്ടുണ്ട്. അശ്വതി പൂജ അങ്ങനെ പറഞ്ഞിട്ടുള്ള 2 പിള്ളേർക്കൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരാരാന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ അപ്പൊ ഹോസ്റ്റലിലുള്ള പെൺകുട്ടികളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുക, ഫേക്ക് ആയിട്ട് ടീച്ചറുടെ ഡ്രസ്സ് ഇങ്ങനെ മാറ്റി ഇടിപ്പിച്ചിട്ട് ഓരോ സ്ഥലത്ത് ചെന്നിട്ട് പരീക്ഷ എഴുതിപ്പിക്കുക, ഇങ്ങനെയൊക്കെയാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോപ്പർ ആയിട്ട് ഒരു ടീച്ചറോ ഞങ്ങളുടെ കോളേജിൽ അങ്ങനെയൊന്നും ഇല്ല. MSc പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഒരു ടീച്ചറും ഇല്ല. പിന്നെ ഞങ്ങൾക്ക് പോസ്റ്റിംഗ് ഇല്ല, ഒന്നുമില്ല. 30,000 ഫൈൻ വാങ്ങിയിട്ടാണ് എനിക്ക് തന്നത്. ഹോൾ ടിക്കറ്റ് ഒരെണ്ണം തന്നത്. അതിന് മുന്നേ 10,000 വേറെയും ഫൈൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇക്കൊല്ലാണെങ്കിൽ ഇപ്പൊ വീണ്ടും ഫൈൻ എഴുതാനായിട്ട് കുറെ അറ്റൻഡൻസ് കുറച്ചിട്ടുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കാരണങ്ങൾ അവരെന്നെ എടുത്തു പറയുകയും ചെയ്യുന്നേ. ഇല്ലാത്ത കാരണങ്ങളൊക്കെ നീ ആ ആഴ്ച വന്നിട്ടില്ല, ഈ ആഴ്ച വന്നിട്ടില്ല. ഞാൻ ചോദിക്കുമ്പോ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയുന്നിട്ട് ഒരു ഫൈൻ അവർ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇടും. ഞങ്ങളുടെ സീനിയർ ഒരു റിസാന ദേവിക എന്നൊക്കെ പറഞ്ഞ 2 ചേച്ചിമാർ ഇപ്പൊ പഠിച്ചിറങ്ങിയിട്ടുള്ളൂ. അവിടെ തന്നെ ഞങ്ങളുടെ ക്ലാസ് കോർഡിനേറ്റർ ഒക്കെ ആയിട്ട് മാമായിട്ട് ഇപ്പൊ വെച്ചേക്കാണ്. ഞാനിപ്പോ PGയിലേക്ക് മാറി. അപ്പൊ ഹോസ്റ്റലിൽ ഇപ്പൊ എന്നെ കിട്ടാത്ത കാരണം കൊണ്ട് ഭയങ്കരമായിട്ട് ടോർച്ചറിങ് ആയി. അറ്റൻഡൻസ് കുറച്ചിട്ടും വേറെ കുറ്റമൊന്നും ഇല്ല, പഠിക്കാത്തതിന്റെയോ അല്ലെങ്കിൽ ചോദ്യം ചോദിച്ച് കിട്ടാത്തതിന്റെയോ ഒന്നും ഒരു കുറ്റവും ഇല്ല. എന്നാലും ഇങ്ങനെ കാര്യങ്ങളാ കഴിഞ്ഞ കൊല്ലം തൊട്ട് അനുഭവിക്കാൻ തുടങ്ങിയതാ സാർ. എന്താ ചെയ്യണം ഞാൻ പറ? അറിയില്ല എന്ത് ചെയ്യണ്ടേ. അമ്മയ്ക്ക് അറിയില്ല. നിങ്ങളിപ്പം പ്രതികരിക്കാൻ പോണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി പരാതി കൊടുക്കും. ഇതിന്റെ ആൾക്കാർ ആരൊക്കെ? മെൽവിന്, പിന്നെ മെൽവിൻ, സേജു, അരുൺ, സ്റ്റെഫി. സ്റ്റെഫി ആരാ? സ്റ്റെഫി അവിടുത്തെ ഒരു സെക്കൻഡ് വൈസ് പ്രിൻസിപ്പളാന്നാ പറയണേ. എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട് ആരാന്നത്. ഇവരൊക്കെയാണ് മാനേജ്മെന്റ്, ഇവരാണ് ഇത് നടത്തണത്. വേറെ ആൾക്കാരും ഇല്ല ഇവിടെ? ഇല്ല. പല യൂണിഫോം കാണാം ഞങ്ങളുടെ കോളേജ് വന്നാല്. തലെണ്ണല് തികയ്ക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതിന് ശേഷം ഇപ്പൊ ഫീ സ്ട്രക്ചർ ഒക്കെ നല്ല കൂടുതലാണ്. ഞങ്ങൾ അത്രയും അടയ്ക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ മാക്സിമം ഫൈൻ വാങ്ങുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ പോസ്റ്റ് BSc എക്സാം എഴുതാൻ പോണം. പിന്നെ ഞങ്ങൾ സാരി മാറിയിട്ട് ലെക്ചർ എന്ന് പറഞ്ഞിട്ട് പോണം പല കോളേജുകളിലേക്കും, അങ്ങനെയുള്ള കാര്യങ്ങള്. അപ്പൊ ഞാൻ PGയിലേക്ക് മാറിയപ്പോ എന്നെ ഇതിനൊന്നും കിട്ടാത്ത കാരണം കൊണ്ട് തന്നെ ഈ അറ്റൻഡൻസ് കുറയ്ക്കുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങള്. കേട്ടോ, ഇതാണ് ഇവിടെ നടക്കുന്നത്. ദയവായിട്ട് നല്ല കുടുംബത്തിൽ പിറന്ന നല്ല രക്ഷിതാവും അച്ഛനും അമ്മയും നല്ല മക്കളും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഈ പുങ്കവന്മാരുടെ സ്ഥാപനത്തിലേക്ക് പോകരുതേ. പോയി മക്കളെ ഇങ്ങനെ ആക്കി തീർക്കണോ എൻ്റെ രക്ഷിതാക്കളെ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ തീരുമാനിക്കുക. വരും വർഷങ്ങളിൽ നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ മക്കളുടെ ഭാവിയെ നിങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സമ്പാദിക്കുന്ന പണം ഇവർക്ക് ദുരുപയോഗം ചെയ്യാനായിട്ട് കൊടുക്കണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ഉത്തരവാദിത്വം. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഇപ്പോൾ കേട്ടല്ലോ, ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്തു തന്നെ ആയിക്കോട്ടെ ഒരു കമൻറ്റ് ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയതിന് ശേഷം ആ കമൻറ്റ് രേഖപ്പെടുത്തിയതിന് തെളിവായിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അങ്ങനെ വാട്സപ്പ് ചെയ്യുന്ന ആദ്യം വരുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 100 പേർക്ക് നവംബർ 1-ാം തീയതി വാപ്ചി സംഘടിപ്പിക്കുന്ന ഇരവ് എന്ന് പറയുന്ന സംഗീത പരിപാടി പങ്കെടുക്കുന്ന ആരാന്നൊക്കെ നേരത്തെ അറിയാമല്ലോ. വേടൻ,
ജാസി ഗിഫ്റ്റ് ഗബ്രി ഈ പരിപാടിയുടെ ഒരു സൗജന്യ ടിക്കറ്റ് കമൻറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 100 പേർക്ക് സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നു. അപ്പം ഇതൊന്ന് കേട്ടോ, വേടൻ്റെ പരിപാടിക്ക് പ്രത്യേകം വരിക. 21 ആഘോഷിക്കാം. ഒപ്പം കേരള സമൂഹത്തിന് ഈ വീഡിയോയിൽ ഇത് ഒരാൾക്ക് മാത്രമല്ല, ഈ ഒരു സ്ഥാപനം മാത്രമല്ല, പല സ്ഥാപനങ്ങളുമാണ് ഇത് നടന്നു വരുന്നത്. ജനങ്ങളുടെ സുരക്ഷിതം നമ്മൾ നോക്കണ്ടേ? ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, ഷെയർ ചെയ്തോ, ബെൽ ബട്ടൺ അമർത്തിക്കോ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.